എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ കിരണിന്റെയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് സരുവിന്റെ വീട്ടിലേക്ക് പോലീസ് അങ്ങോട്ട് എത്തുവാണ്. ഷാരിക്ക് ആ പടം ഞെട്ടിലുണ്ടായി. എന്റെ ഭഗവാനെ, ഇവരിനി ഇപ്പം മനോഹറിനെ ഒക്കെ പിടിച്ചിട്ടുണ്ടായിരിക്കോ, അതായിരിക്കും ഇങ്ങോട്ട് പോലീസ് കയറി വരുന്നത്. പോലീസ് വന്നപ്പം ഷാരിക്കൊരു വെപ്രാളം ഉണ്ടായിരുന്നു. പെട്ടെന്ന് പോലീസുകാരൻ വന്നിട്ട് ചോദിച്ചു, എന്താ നിങ്ങൾ ഇപ്പൊ പാതിരാത്രിയായിട്ട് ഉറങ്ങിയില്ലെന്ന് ചോദിക്കാം. അല്ല സാറേ, ഓണമൊക്കെ അല്ലേ, അതുകൊണ്ട് കുറച്ച് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമായിരുന്നു പറയാം. അല്ല, പലഹാരത്തിന്റെ സ്മെല്ലൊന്നും വരുന്നില്ലല്ലോ എന്ന് പറയാം. അല്ല, അത് പിന്നെ ടിന്നിനകത്തേക്ക് അതൊക്കെ അടച്ചു വെക്കുമായിരുന്നു പറയാം. ഓ, അങ്ങനെ വരട്ടെ. അല്ല, എന്താ സാറേ, എന്താ ഈ വഴി വന്നേന്ന് ചോദിക്കാം. അല്ല, ഇവിടെ താര എന്ന് പറഞ്ഞൊരു സ്ത്രീയെ കാണാതെ പോയിട്ടുണ്ട്. അപ്പൊ അവരെ കാണാതായെന്ന് പറഞ്ഞ് പരാതി കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വന്നാ. അല്ല, അവരിങ്ങോട്ട് എങ്ങനെ വന്നായിരുന്നു ചോദിക്കുക. ഇത് കേട്ടത് പെട്ടെന്ന് ഷാരു പറഞ്ഞു, ഇല്ല സാറേ, ഇങ്ങോട്ട് വന്നില്ല എന്ന് പറയാം. ദേ, മുഖത്ത് നോക്കി ആ കള്ളം പറയരുത്. നിങ്ങളുടെ മുഖത്ത് എന്തോ ഒരു പതർച്ചയുണ്ടല്ലോ, കാര്യം എന്താന്ന് ചോദിക്കാം. എന്റെ പൊന്ന് സാറേ, അവരിങ്ങോട്ട് വന്നില്ല, ആരോ സാറിനെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കാന്ന് പറയാം. വന്നില്ല എന്ന് പറഞ്ഞ് ഇപ്പൊ അങ്ങോട്ട് വിശ്വസിച്ചു. പക്ഷേങ്കില് വന്നത് പിന്നെ അറിയരുത്. അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വരവായിരിക്കില്ല ഞാൻ വരുന്നേ. അറിയാലോ, നിങ്ങളുടെ മുഖത്തൊരു കള്ള ലക്ഷണം കാണുന്നുണ്ടെന്ന് പറയാം. എന്റെ പൊന്നു സാറുമാരെ, രക്ഷിക്കണം. ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല. അതെ, താരെന്ന് പറയുന്ന സ്ത്രീ ഇവിടെ വന്നിട്ടുമില്ല. പിന്നെ ഈ രാത്രി കതക് തുറന്നു കിടക്കുന്ന എന്താന്ന് വെച്ചാൽ ഞാൻ ഓരോ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരുന്നാന്ന് പറയണം. ശരിയെന്ന് പറഞ്ഞോട്ടെ അവരും കൂടി പോവാണ്. ഈ സമയത്ത് മനോഹറും സനലും കൂടെ എവിടെ കൊണ്ടേ താരനെ കിടത്തണമെന്ന് ചിന്തിച്ച് കുറെ ദൂരം കൂടെ ഇങ്ങോട്ട് മുന്നോട്ട് വന്നു. എടാ, ആ പോലീസുകാരെങ്ങനെ ഇനി വരുമോന്ന് ചോദിക്കാം. അവന്മാരൊന്നും ഇനി വരത്തില്ല എന്ന് പറയാ. അവന്മാരെങ്ങനെ വരാനായിട്ടാ? അവന്മാർ ആ വഴിക്ക് പോയെന്ന് പറയാ. ദേ, നമുക്ക് എവിടെയെങ്കിലും ഒതുക്കത്തിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി നിർത്തിയിട്ട് എവിടെയെല്ലാം കൊണ്ട് ഇടാന്ന് പറയാണ്. അങ്ങനെ അവരെന്ത് ചെയ്യുക, ആരും ഇല്ലാത്തൊരു സ്ഥലത്ത് നോക്കി വരുവാണ്. പതുക്കെ റോഡിന്റെ സൈഡിലേക്ക് കിടത്തുക. അല്ല, ഇവിടെ കിടത്തിയിട്ടുണ്ടെ എങ്ങനെ ശരിയാവുന്നേ? എടാ, മരിച്ചിട്ടൊന്നുമില്ല, ഇപ്പോഴും ജീവനുണ്ടല്ലോ, അതുകൊണ്ട് പേടിക്കണ്ട. ഒരു പക്ഷെങ്കിൽ ഏതെങ്കിലും വണ്ടിക്കാര് ഈ സമയത്ത് ഇതിലൂടെ വരുവാണെങ്കിൽ കാണും. കണ്ടു കഴിയുമ്പം വണ്ടിയുടെ വെട്ടം വീണ് കഴിയുമ്പോഴത്തേനും അവർ പെട്ടെന്ന് ഇറങ്ങി നോക്കും. അപ്പൊ ജീവനുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഹോസ്പിറ്റലിൽ എത്തിക്കും. വല്ല ആക്സിഡന്റോ മറ്റോ ആണോ ആരെങ്കിലും കരുതുള്ളൂ. അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു പേടി വേണ്ടെന്ന് പറയാം. അല്ലടാ, പിടിക്കപ്പെടുമൊന്നും ഇല്ലോ അല്ലേ? എങ്ങനെ പിടിക്കപ്പെടാനാ? ഇനി പിടിക്കപ്പെട്ടാൽ തന്നെ എന്റെ അമ്മായിമ്മയല്ലേ കുടുങ്ങുള്ളൂ. ഞാൻ കുടുങ്ങാനൊന്നും പോകുന്നില്ല. എനിക്ക് എന്ത് ചെയ്യണം നന്നായിട്ട് അറിയാം. അതുകൊണ്ടല്ലേ ഞാൻ ഇതുമായിട്ട് ഇറങ്ങി പുറപ്പെട്ടേന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ സനലിന് സന്തോഷമായി. അങ്ങനെ രണ്ടുപേരും കൂടെ കൊണ്ട് ആ റോഡ് സൈഡിലേക്ക് കിടത്തി ചുറ്റും നോക്കി ആരെങ്കിലും ഉണ്ടോന്ന്. ആരുമില്ല. പിന്നീട് നേരെ കാറിനകത്തേക്ക് തിരിച്ചു കയറുവാണ്. കാറിനകത്ത് കയറി കഴിഞ്ഞപ്പോ മനോഹർ ഇപ്പോഴും ശരിക്കും ഒരു സമാധാനമായത്. ഇനിയാണാ ഞാൻ കളിക്കാൻ പോണെന്ന് പറയാം. അല്ല, നീ എന്താ ചെയ്യാൻ പോന്നെ? ഈ പേര് പറഞ്ഞ് കണ്ടു, എന്റെ അമ്മായിമ്മയുടെ കയ്യിൽ നിന്ന് ഞാൻ കുറെ പൈസ വാങ്ങൂന്ന് പറയണ. നീ ആള് കൊള്ളാലോടാ. എനിക്കറിയാം നീ ഇനി അവരെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു. ഇത്രയും കാലം നിന്റെ അമ്മായിച്ചനായിരുന്നു, ഇനിയിപ്പൊ നിന്റെ അമ്മായിമ്മേനെ. നിന്റെയൊക്കെ ഒരു യോഗവേ. എടാ, എനിക്ക് എന്റെ പ്രതിഫലം താടാന്ന് പറയണം. പിന്നീട് മനോഹർ 25,000 രൂപ എടുത്ത് കൊടുക്കണം. ഇതെന്താ 25,000 രൂപയാ? അതെ, 25,000 രൂപ. എന്താ പോരെ? അതേടാ, നീ ഇതിന്റെ പേരില് 4-5 ലക്ഷങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരിക്കും എന്ന് എനിക്കറിയാം. പക്ഷേങ്കിലുണ്ടല്ലോ, എനിക്ക് വെറും 25,000 രൂപ. എടാ മോനെ, റിസ്ക് മുഴുവൻ എനിക്കാ. ആ ഒരു ഓർമ്മ നിനക്ക് വേണമെന്നറിയാം. പിന്നെ അതേ സംഭവിച്ചു. പിന്നെ ഞാൻ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയതുകൊണ്ട് എല്ലാത്തിനും നിന്റെ കൂടെ കൂട്ടു നിൽക്കുന്നു എന്ന് പറയാ. എത്ര ബെസ്റ്റ് ഫ്രണ്ട് ആണെങ്കിലും നീ ഇതേ ആരോടും പറഞ്ഞേക്കില്ല കേട്ടോടാ. അറിയാലോ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നല്ലേ. എടാ, അവിടെ കിടന്നാലും മരിക്കുവോ? എങ്ങനെ മരിക്കാനായിട്ട്? മരിക്കാനൊന്നും പോകുന്നില്ല. മരിക്കാതിരിക്കുന്നതാടാ നമുക്ക് നല്ലത്. ഒരു പക്ഷേ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ മോളാണ് സരിയു എന്നുള്ള സത്യം നമുക്ക് തെളിയിക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് പറയാം. അത് ശരിയാന്ന് പറയണം. എന്നാ ശരി, വിട്ടേക്കാന്ന് പറഞ്ഞ അവർ രണ്ടും വീട്ടിലേക്ക് പോരുക. ഈ സമയത്ത് കിരണും രവിയേട്ടനും കൂടെ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ പോകുന്ന വഴിക്കാണ് താഴെ ഒരു സ്ത്രീ റോഡിൽ ഒരു സ്ത്രീ കിടക്കുന്നുണ്ട്. പെട്ടെന്ന് കിരൺ പറഞ്ഞു, ഇതേ രവിയേട്ട, ആരോ കിടക്കുന്നുണ്ടല്ലോ, നോക്കാന്നും പറഞ്ഞോണ്ട് ഇറങ്ങിപ്പോയി നോക്കുവാണ്. അങ്ങനെ നോക്കുമ്പോൾ കിരൺ ഞെട്ടിപ്പോയി. അത് മറ്റാരും ആയിരുന്നില്ല, താരയായിരുന്നു. അയ്യോ, ഇത് താരാന്റിക്ക് ഇത് എന്ത് പറ്റിയെന്ന് ഓർത്തണ്ട് പോയി വിളിക്കുവാണ്. കണ്ണ് തുറന്നില്ല. ആക്സിഡന്റോ മറ്റാന്ന് തോന്നുന്നേ എന്ന് പറയണ. എടുക്ക് രവിയേട്ടാന്ന് പറയണ. അങ്ങനെ രണ്ടുപേരും കൂടെ നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാ. ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ കിരണ് വല്ലാത്തൊരു വെപ്രാളം. തങ്ങൾ ഓണം അടിച്ചു പൊളിച്ചോണ്ട് ആഘോഷിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ആന്റി ഇവിടെ വയ്യാതെ കിടക്കുമായിരുന്നല്ലോ. പിന്നീട് ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോ ചന്ദ്രസേനൻ നേരെ ഓടി വരുവാണ്. ചന്ദ്രസേനൻ വന്നിട്ട് ചോദിച്ചു, എന്താ മോനെ, എന്താ സംഭവം എന്ന് ചോദിക്കണം. അറിയില്ല അച്ഛാ, ഇനി വല്ല ആക്സിഡന്റ് ഉണ്ടായതാണോന്നും അറിയത്തില്ല. ആന്റി വഴി കിടക്കുന്ന കണ്ടു. പെട്ടെന്ന് കൃത്യസമയത്തിന് ഞങ്ങൾ ഇവിടെ എത്തിക്കാൻ പറ്റി. ഇച്ചിരി സീരിയസാ, കാരണം ബോധം പോയിട്ട് കുറെ സമയമായെന്ന് തോന്നേ. പക്ഷെ ആരും ഹോസ്പിറ്റലിലേക്കൊന്നും കൊണ്ടുവന്നു പോലും ഇല്ലാന്ന് പറയണം. ഇത് കേട്ടം ചന്ദ്രസേനൻ പറഞ്ഞു, അല്ല കുറെ സമയം എങ്ങനെയാവുന്നേ? കാരണം അപ്പൊ സംഭവിച്ചിട്ടല്ലേ ഉണ്ടാവുള്ളൂ. ആക്സിഡന്റ് ആണെങ്കിൽ ഇനിയിപ്പൊ ആരെങ്കിലും തലക്കടിച്ചോ മറ്റോ അവിടെ കൊണ്ട് നിട്ടാണോന്ന് ചോദിക്കാം.
കിരൺ പെട്ടെന്ന് ശരിയാ, അച്ഛൻ പറ ശരിയാ, അല്ലെങ്കിൽ കുറെ സമയം മുമ്പായിരുന്നെങ്കിൽ ആരെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിക്കണ്ടേ, അപ്പൊ അത് ചെയ്തിട്ടില്ല. ഇനിയിപ്പൊ തലയ്ക്കടിച്ചോ മറ്റേ ഇട്ടിട്ട് രാത്രിയിൽ എങ്ങാനും കൊണ്ടു നിട്ടാണോ, ആ ഒരു ചിന്ത രണ്ടുപേരുടെ മനസ്സിലുണ്ടാകുന്നുണ്ട്. കിരൺ പറഞ്ഞു, അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെയൊന്നും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. ഈ കിരൺ ആരാ ശരിക്കും അറിയാൻ പോകുന്നുള്ളൂ. ചന്ദ്രസേനൻ പറഞ്ഞു, പാപം മോളെക്കുറിച്ചുള്ള ആ ദുഃഖത്തിലിരിക്കുമായിരുന്നു. അതിന്റെ ഇടയ്ക്കാണ് ഇതിനും കൂടെ. എന്ത് ചെയ്യാൻ പറ്റും, ജീവൻ തിരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു, ഒന്നും സംഭവിക്കാതിരുന്നാ മതിയായിരുന്നു. അതുപോലെ തന്നെ ടെൻഷനായിരുന്നു കിരണം. പിന്നീട് കാണിക്കുന്ന മനോഹർ വീട്ടിലേക്ക് വരുവാണ്. മനോഹർ വീട്ടിൽ കഴിയുമ്പോൾ ചാരി അസ്വസ്ഥപ്പെട്ട് നിൽപ്പുണ്ട്. എന്താ അമ്മേ, അമ്മയുടെ മുഖം എന്താ വല്ലായിരിക്കുന്നത്? എടാ മോനെ, പോലീസുകാർ വന്നിട്ടുണ്ടായിരുന്നു അറിയാം. പോലീസുകാർ എന്തിന്? ഇതേ താര ഇവിടെ വന്നിട്ടുണ്ടെന്നൊക്കെ അന്വേഷിച്ചു. അല്ല, അവര് വന്ന കാര്യം വേറെ ആർക്കെല്ലാം അറിയാവോ? അതല്ല മോനെ, അതെ ആ കിരണും ചന്ദ്രസേനും പരാതി കൊടുത്തിട്ടുണ്ട്, താര എന്നെ കാണാനില്ലെന്നും പറഞ്ഞുകൊണ്ട്, അതുകൊണ്ട് വന്നാന്ന് പറയാം. അമ്മേ, ഒരു കാര്യം പറഞ്ഞേക്കാം, ഒരു കാരണവശാലും ഇത് ആരും അറിയില്ലെന്ന് പറയാം. അതാ മോനോട് എനിക്ക് പറയാനുള്ള. ദൈവത്തെ ഓർത്ത് മോൻ ഫ്രണ്ട്സിനോട് പോലെ അധികം പറയില്ലെന്ന് പറയാം. അല്ല, കാര്യങ്ങളൊക്കെ ഓക്കെ ആയെന്ന് ചോദിക്കും. എല്ലാം ഓക്കെ ആക്കിയിട്ടുണ്ട്, ഇനി ആ കാര്യത്തിൽ പേടി വേണ്ടെന്ന് പറയാം. എന്നാലും മോനെ, എന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിലോ, ആരെങ്കിലും ഒന്ന് പിടിച്ചാലോ? പിടിക്കൊന്നുമില്ല, അമ്മ ധൈര്യമായിട്ടിരിക്കുക. എന്തിനു വേദിന് ഞാൻ കൂടെ ഇല്ലേന്ന് ചോദിക്കുക. ദേ അമ്മ എന്നെ അന്യനായി കാണുന്നോണ്ടേ ഈ പ്രശ്നങ്ങളൊക്കെ. സ്വന്തം മോനെ പോലെ കരുതുവാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലെന്ന് പറയാം. ധൈര്യമായിട്ടിരിക്കാമെന്ന് പറയാം. എന്നാലും മോനും കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ആകെ തകർന്ന് തരിപ്പണായി പോയാനും. എൻ്റെ മോനെ എൻ്റെ ബലം. ഒരു പക്ഷേങ്കില് ദൈവമായിട്ടാ മോനെ ആ സമയത്ത് അവിടെ എത്തിച്ചേ, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനും. എത്ര രൂപ വേണമെങ്കിലും മുടക്കാൻ ഞാൻ തയ്യാറാ എന്ന് പറയണ. അല്ല, പൈസ തികഞ്ഞോ മോനെന്ന് ചോദിക്കാം. തികഞ്ഞോന്ന് ചോദിച്ചാൽ തികഞ്ഞൊന്നും ഇല്ലമ്മേ, ഞാൻ പിന്നെ അഡ്ജസ്റ്റ് ചെയ്തു. മോനെ എത്ര രൂപ വേണേലും പറഞ്ഞാൽ മതി കേട്ടോ, ഞാൻ തരാമെന്ന് പറയാം. ഇനിയുമോ? അതെന്താ കുഴപ്പം? വേണ്ടമ്മ, ഒന്നും ശരിയാകത്തില്ല. വേണ്ട മോനെ, നിന്റെ കമ്പനിക്കാർക്ക് കൊടുക്കണ ഈ പണം വേണേ, ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറയാം. ഇത് കേട്ടത് മനോഹർ ഉള്ളിലൊന്ന് ചിരിച്ചു. ഇതിന് വേണ്ടിയിട്ടാണല്ലോ താൻ ഈ കോപ്രായങ്ങളൊക്കെ കാണിച്ചു കൂട്ടിയത്. പിന്നീട് മനോഹർ, അതൊക്കെ അമ്മയ്ക്ക് ബുദ്ധിമുട്ടാവില്ലേ? ഒരു കാര്യം ചെയ്യാം, ഇപ്പൊ എനിക്ക് ഇത്ര അത്യാവശ്യമുണ്ട്, അക്കൗണ്ടിലാ പൈസ കിടക്കുന്നേ, അമ്മ എടുത്ത് തന്നാൽ മതി, പിന്നെ സരുവിന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടേക്കാന്ന് പറയണം. എന്നാലും കുഴപ്പമില്ല മോനെ, എനിക്കൊരു പ്രശ്നമില്ല. പിന്നെ നീ ആ പൈസയും വെച്ച് എന്നെ അളക്കരുത്, കാരണം നിന്നെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാ. നീ എൻ്റെ മരുമോനല്ല, സ്വന്തം മോനാ. അതുകൊണ്ട് അതൊന്നും വേണ്ട മോനെ, നീ ആ പൈസ എടുത്തോ, എപ്പോൾ വേണമെന്ന് പറഞ്ഞാൽ മതി, ഞാൻ നിനക്ക് പൈസ തരാന്ന് പറയണം. മനോഹർ ഉള്ള ചിരിക്കുകയാണ്. അല്ല മോനെ, ഇതെങ്ങാനും അങ്ങേരറിഞ്ഞാൽ അതോടെ തീർന്നു പറയണേ രാഹുല്. ആരറിയാനമ്മേ, ആരും അറിയാനൊന്നും പോകുന്നില്ല. അല്ല, പോലീസ് അന്വേഷിച്ച് എവിടെയെങ്ങാനും എത്തുവോ? ഏത് പോലീസ്? ഒരു പോലീസും വരാൻ പോകുന്നില്ല. പോലീസ് വന്നിട്ടുണ്ടെങ്കിലോ അമ്മയ്ക്കൊന്നും സംഭവിക്കില്ല. ദേ ഈ മനോഹർ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അമ്മയുടെ ജീവന് ഒരു ആപത്തും വരത്തില്ല. ഈ ഞാനാ പറയണേ, അറിയാലോ. അമ്മ ധൈര്യമായിട്ടിരിക്കുക. അമ്മേനെ അന്വേഷിച്ചോ, അല്ലെങ്കിൽ ഈ കുടുംബത്തിലേക്ക് ഇനി പോലീസ് കാലുകുത്തില്ലെന്ന് പറയാം. അങ്ങനെ ചാരിക്ക് കുറച്ച് ധൈര്യം കൊടുക്കുകയാണ്. ചാരിയാണെങ്കിൽ ആഹാ രക്ഷപ്പെട്ടല്ലോ, ഇനിയിപ്പോൾ ഒന്നും ടെൻഷൻ അടിക്കണ്ട, മരുമോൻ കാര്യങ്ങളൊക്കെ നോക്കിയുള്ളൂ എന്ന് ഓർത്തിരിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്താ കണ്ടത്? ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.